കൊച്ചി ഡെപ്യൂട്ടി മേയർ പദവി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇടഞ്ഞു നിന്ന മുസ്ലിം ലീഗിനെ അനുനയിപ്പിച്ച് കോൺഗ്രസ്. ഒരു ടേം ഡെപ്യൂട്ടി മേയർ പദവി നൽകാൻ ധാരണയായി. പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ടി കെ അഷ്റഫാണ് ഡെപ്യൂട്ടി മേയറാവുക. ഡെപ്യൂട്ടി മേയർ പദവിയിൽ ഒരു ടേമെങ്കിലും വേണമെന്നായിരുന്നു ലീഗ് മുന്നോട്ട് വെച്ച ആവശ്യം. ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് ഭിന്നത പരസ്യമാക്കി പാർട്ടി രംഗത്ത് വന്നത്. ഇതോടെ അനുനയ നീക്കങ്ങൾ ആരംഭിച്ചു. രാവിലെ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മുന്നണി തലത്തിൽ ചർച്ച നടത്തി അടിയന്തര തീരുമാനം കൈക്കൊണ്ടത്. ടി കെ അഷ്റഫ് ഡെപ്യൂട്ടി മേയറാകും. ഒരു വർഷ കാലയളവിലാണ് നിയമിക്കുക. ഏത് വർഷമാണ് എന്ന് തീരുമാനമായിട്ടില്ല. ഒരു വർഷം ടേം ഐക്യജനാധിപത്യ മുന്നണി കൊച്ചിൻ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കാലാവധി കാലമേതാണെന്നുള്ള തീരുമാനം സംസ്ഥാന UDF ചർച്ചകളിലൂടെ തീരുമാനിക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന് ഈ 5 വർഷ ടേമിൽ ഒരു വർഷം കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറായിട്ട് മുസ്ലിം ലീഗുകാരനായ ടി കെ അഷ്റഫ് ഉണ്ടാകും. അനുനയ നീക്കം ഫലം കണ്ടതോടെ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ ലീഗ് പിന്തുണയ്ക്കും. ഇതോടെ കൊച്ചി കോർപ്പറേഷനിൽ ഐക്യത്തോടെ ഭരണത്തിലേറാമെന്ന ആശ്വാസത്തിലാണ് കോൺഗ്രസ്. മീഡിയ 1 കൊച്ചി.